ഹേ ഗൈസ് വെൽക്കം. അപ്പോൾ ഇന്നത്തെ നമ്മളത്തെ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൺ ഉപയോഗിക്കാതെ എങ്ങനെയെങ്കിലും ഒരു ബിയർ മാച്ച് റാങ്ക്ഡ് ബൂയി എടുക്കുന്നതാണ് ഇന്നത്തെ ചാലഞ്ച്. പിന്നെ ഈ വീഡിയോയിൽ എവിടെയെങ്കിലും ഞാൻ റെഡിയും കോഡ് ഒപ്പിച്ചും. അപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റുന്നവരെ കണ്ടുപിടിക്കുക. നിങ്ങൾക്കാണ് റെഡിയും കോഡ് കിട്ടുന്നെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് സെക്ഷൻ എടുക്കുക, ഞാൻ പിൻ ചെയ്ത് വെക്കാനാണ്. അപ്പോൾ നമ്മൾ ഈ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ക്യാരക്ടർ സ്കിൽ ഇതാണ്. നമുക്ക് മാച്ച് സ്റ്റാർട്ടായപ്പോൾ കിട്ടിയത് ബെർമുഡ മാപ്പാണ്. ബെർമുഡ മാപ്പിൽ നമ്മൾ പ്ലെയിനിൽ ലാൻഡിങ്ങിൻ്റെ ലാസ്റ്റ് പോയി ഇറങ്ങിയപ്പോൾ നമുക്ക് മില്ലിൻ്റെ അടുത്താണ് ഇറങ്ങാൻ പറ്റിയത്. എനിമില്ലാത്തടുത്ത് നോക്കി ഇറങ്ങിയപ്പോൾ തന്നെ നമ്മളിൽ മിനി യൂസി ഉണ്ടായിരുന്നു, അത് നമ്മൾ ഡ്രോപ്പ് ചെയ്തു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു വണ്ടി എടുത്ത് സൈഡിലൊക്കെ പോയി നമ്മൾ ഗണ്ണല്ല ലൂട്ട് ചെയ്യുന്നത്, മെഡിക്കിറ്റ്, ഇൻഹേലർ, കോയിൻസ് അതൊക്കെയാണ് നമ്മൾ ലൂട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് ഏകദേശം 2-3 മെഡിക്കിറ്റും കുറച്ച് ഇൻഹേലറും കിട്ടി. പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് പിന്നെയും വണ്ടി എടുത്ത് നേരെ പോവുകയാണ്. നമ്മൾ ക്യാപ് ടൗണിലോട്ടാണ് പോകുന്നത്. അവിടെ നിന്ന് റിവ്യൂ പോയിന്റ് കംപ്ലീറ്റ് ചെയ്യണം. പോണ വഴിക്ക് നമുക്ക് ഒരു കോയിനും കിട്ടി, 2-3 സൂപ്പർ മെഡും കിട്ടി. നമുക്ക് സൂപ്പർ മെഡ് അത്യാവശ്യമാണ്. പിന്നെ ഇടയ്ക്ക് ഗണ്ണ് നമ്മളെ ബാഗിൽ കയറുന്നില്ല, നമ്മൾ അവിടെ നിന്ന് ഡ്രോപ്പും ചെയ്യുന്നതുകൊണ്ട്. പിന്നെ അവിടെ നിന്ന് ഒരു ജീപ്പ് എടുത്ത് നമ്മൾ പിന്നെയും ക്യാപ് ടൗണിലോട്ട് പോയി അവിടെ നിന്ന് കുറച്ച് കോയിൻ കളക്ട് ചെയ്ത ശേഷം നമ്മൾ കുറേ ലൂട്ടൊക്കെ ചെയ്ത് ഏകദേശം 3rd സോൺ എത്തിയപ്പോൾ നമ്മളെ ഫ്രണ്ടിൽ ഒരു എനിമീനെ കിട്ടി. നമ്മൾ ഇടിച്ചിട്ട് നമ്മളെ ക്യാരക്ടർ സ്കിൽ യൂസ് ചെയ്ത് കൊല്ലാൻ നോക്കി, പക്ഷെ നടന്നില്ല. നമ്മളെ വണ്ടിയുടെ ഹെൽത്ത് കുറേ എടുത്ത് ഇടിച്ചിടിച്ച്, എൻ്റെ ഡ്രൈവിംഗ് അറിയില്ല, കുറേ എടുത്ത് ഇടിച്ചിടിച്ച് വണ്ടി പൊട്ടാറായി. അപ്പോൾ നമ്മളവിടെ വേറൊരു വണ്ടി ഉണ്ട്, അതെടുത്ത് പോകാൻ എന്നൊരു പ്ലാനിലായിരുന്നു. ആ വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും മെഡിക്കേറ്റിൻ്റെ കൗണ്ട് കുറഞ്ഞു. അപ്പോൾ നമ്മളടുത്ത് കോയിനും കളക്ട് ചെയ്ത ശേഷം എൽ ഷേപ്പിൻ്റെ അകത്തുള്ള സൂപ്പർ മെഡ് എടുക്കാമെന്ന് പറഞ്ഞ് നിന്നപ്പോഴേക്കും നമ്മൾ നേരത്തെ കൊല്ലാതെ വിട്ട് ഇനി നമ്മളെ വണ്ടിയും അടിച്ച് പൊട്ടിച്ചിട്ട് വണ്ടി പൊട്ടിയപ്പോഴേക്കും നമുക്ക് ഡാമേജും കിട്ടി. സോണിൻ്റെ ഡാമേജ് എല്ലാം കൂടെ ആയപ്പോൾ നല്ല പ്രഷറായി. പക്ഷേ എന്തോ ഭാഗ്യത്തിന് നമ്മളവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഞാൻ BR സീസൺ കളയുമ്പോൾ കുറേ തവണ ഇങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ നോക്കിയിട്ടുണ്ട്, പക്ഷേ ഇതുവരെ സക്സസ് ആയിട്ടില്ല. പക്ഷേ ഇതൊരു വല്ലാത്തൊരു സക്സസ് ആയിരുന്നു. അങ്ങനെ കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് നമ്മൾ അവിടെ കറങ്ങിയൊക്കെ നടന്ന ശേഷം നമ്മളിലുള്ള മെഡിക്കേറ്റിൻ്റെ എണ്ണം കുറഞ്ഞു. അപ്പോൾ നമ്മൾ സോണിൻ്റെ പുറത്തൊരു ലൂട്ട് ബോക്സ് കണ്ട് അവിടെ ചെന്ന് ലൂട്ട് ചെയ്യുമ്പോഴേ അവിടെ നിന്ന് നല്ലൊരു അടി. അത് എവിടെ നിന്ന് അടിയിട്ടെന്ന് പോലും എനിക്ക് മനസ്സിലായി. എന്തായാലും അവിടെ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. നോർമലി റാങ്ക് റഷ് ചെയ്ത് കളിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ രക്ഷപ്പെടാറില്ല. ഇവിടെ എന്തൊക്കെ ലക്കായിരുന്നു എന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ആ ലൂട്ട് ബോക്സിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള മെഡിക്കേറ്റ് കിട്ടി. നമുക്ക് അവിടെ നിന്ന് കുറേ ഗണ്ണൊക്കെ നമ്മളെ ബാഗിൽ കയറി, അതൊക്കെ അവിടെ ഡ്രോപ്പ് ചെയ്ത ശേഷം അവിടെ നിന്ന് ആ വണ്ടി എടുത്ത് നമ്മൾ നേരെ സോണിൻ്റെ അകത്തോട്ട് പോയി. നമ്മൾ സോണിൻ്റെ അകത്തോട്ട് ചെന്ന് കുറച്ച് നേരം ഇരുന്നപ്പോഴേക്കും ഇത് അവിടെ വേറെ ഇനിയും അവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു. നമ്മളെ വണ്ടിയുടെ ഹെൽത്ത് ആണെങ്കിൽ നല്ലോണം കുറഞ്ഞു. നമ്മളൊരു മരത്തിൻ്റെ പിറകിലൊക്കെ ഒളിച്ചിരുന്ന് സ്റ്റോറിൽ നിന്നൊരു മോസ്റ്ററൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ കറങ്ങി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ ഫ്രണ്ടിലൊരു എനിമി നമ്മളെ ഒറ്റ മൈൻഡ് അവൻ്റെ നെഞ്ചത്തോട്ട് ഇടിച്ചിട്ടുണ്ട്. കുറച്ച് ഡാമേജൊക്കെ കയറിയപ്പോൾ നമ്മൾ വിചാരിച്ച് ആ ക്യാരക്ടറോട് ഇടുമ്പോൾ ആ കില്ല് കിട്ടുമെന്ന്, പക്ഷേ ആ കില്ലും കിട്ടിയിട്ടില്ല. ഇപ്പോൾ നമ്മളെ വണ്ടിയുടെ ഹെൽത്ത് പാതിയായിട്ട് പെട്ടെന്നൊരു എനിമി ഫ്രണ്ടിൽ നിന്ന് വന്ന് നമ്മൾ ആ വണ്ടി അടിച്ച് പൊട്ടിക്കാനും നോക്കുന്നുണ്ട്. നമ്മൾ ടോപ്പ് 6 ആയിട്ടുണ്ട്. നമ്മളെ ചാലഞ്ച് പാതിയായിട്ടുണ്ട്. ഇനി 5 എനിമിയുടെ റിമൈനിങ് ഉള്ളൂ. നമുക്ക് എത്രയും പെട്ടെന്ന് ബൂയി അടിക്കാൻ നോക്കണം. ഇപ്പോഴാണ് ഞാൻ ആ വലിയ സത്യം അറിയുന്നത്, ഞാൻ ഡേഞ്ചർ സോൺ വാങ്ങാൻ മറന്നുപോയി ഗൈസ്. നമ്മളെ വണ്ടിയുടെ ഹെൽത്ത് കുറഞ്ഞുകൊണ്ട് നമ്മൾ വേറൊരു മോൺസ്റ്റർ ട്രക്കിൻ്റെ ഇത് വാങ്ങിച്ചിട്ട് നമ്മൾ മോൺസ്റ്റർ ട്രക്ക് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലാണ് ഇനി നമ്മളെ യാത്ര. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ പൂരം ഫൈറ്റാണ്. എനിമികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നു, പക്ഷേ എനിമിയുടെ കൗണ്ടും കുറയുന്നില്ല. അപ്പോഴത്തേക്ക് ഞാൻ സ്റ്റോർ തുറന്നിട്ട് നമ്മൾ ഡ്രോണും വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പയ്യെ മോൺസ്റ്റർ ട്രക്കിൽ കയറിയിട്ട് പിന്നെ നമ്മളെ പണി തുടങ്ങണം. നമ്മളെ കയ്യിലുള്ള മെഡിക്കിറ്റ് തീർന്നപ്പോൾ ഞാൻ ലൂട്ട് ബോക്സ് വാങ്ങിച്ച് വെച്ച് അതിൽ നിന്ന് മെഡ് അടിക്കുവാണ്. അപ്പോഴത്തേക്ക് വേറെ അവിടെ നിന്നൊക്കെ ഒരു അടിയൊക്കെ വരുന്നുണ്ട്. ലൂട്ട് ബോക്സിൽ നിന്ന് പെട്ടെന്ന് എല്ലാം മെഡും കൂടെ വാരിയെടുത്ത് നമ്മൾ പെട്ടെന്ന് ആ വണ്ടിയിലോട്ട് കയറണം. പക്ഷേ എനിമി റഷിങ്ങും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ല. എനിമി വന്ന് നമ്മളൊരു ഗ്ലൂ ഇട്ട് പെട്ടെന്ന് വണ്ടി കയറി. നമുക്ക് ഹെൽത്തും ഫുള്ളില്ല. എനിമി നമ്മളെ വണ്ടി അടിച്ച് പൊട്ടിക്കാനും നോക്കുന്നുണ്ട്. നമ്മളെ വണ്ടിയും കൊണ്ട് വലിയ നോക്കുന്നുണ്ട്. നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഇവിടെ വെച്ചങ്ങോട്ട് സ്റ്റക്കായി പോടാ. അപ്പോൾ ഇറങ്ങിന്നാണെങ്കിൽ പോയി 2-3 എനിമികൾ ഒരുമിച്ചാണ് എൻ്റെ വണ്ടി അടിക്കാൻ നോക്കുന്നത്. അങ്ങനെ വണ്ടി അങ്ങ് പൊട്ടി. പെട്ടെന്ന് തന്നെ ചാടി ഇറങ്ങി നമ്മൾ ഫ്രണ്ടിലൊരു ഗ്ലൂ ആൾ വിട്ടിട്ട് ഫ്രണ്ടിലൊരു എനിമി കണ്ടതിന് ക്യാരക്ടർ സ്കിൽ വിട്ട് നമ്മൾ പിറകിലോട്ട് വലിയുന്നു. അപ്പോൾ പിന്നെ നമ്മളെ പിറകെ MP40 കുത്തിപ്പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഈ മാച്ച് കളിച്ചപ്പോൾ എന്തോ ഒടുക്കത്തെ ലക്കാണ്. എല്ലായിടത്തും എസ്കേപ്പ് ആവുന്നുണ്ട്. നമ്മൾ നേരത്തെ നമ്മൾ പിറകെ MP40 അടിച്ചു വന്നാൽ നമ്മളെ ഫ്രണ്ടിൽ വന്നിരിക്കും. നമ്മൾ ഒറ്റ മൈൻഡ് കയറി ചെന്ന് ഫിസ്റ്റ് ഇട്ട് ഇടിച്ച് കൊല്ലാൻ നോക്കി. പക്ഷേ അവൻ തണുസുമായിട്ട് കയറുകയും ചെയ്ത് എനിക്ക് 2 എനിമികളോട് എന്നായിട്ട് പണ്ടുന്നുണ്ട്. ഞാൻ എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവാൻ നോക്കി. പെട്ടെന്ന് നമ്മളൊരു അവർ കയറി പെട്ടെന്നൊരു ഫ്രണ്ടിലൊരു എംബോർഗിനി കണ്ട് അതിൽ കയറാൻ നോക്കി, ഇത് അടിച്ചിട്ട് അങ്ങനെ നമ്മൾ എങ്ങനെ കഷ്ടപ്പെട്ട് ടോപ്പ് 2 എത്തി. പക്ഷേ നമ്മളെ ചാലഞ്ച് ഫെയിൽ ആയിട്ടുണ്ട്. ഈ വീഡിയോയ്ക്ക് ഒരു 50 ലൈക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ നോ ഗൺ സ്കിൻ ചലഞ്ച് ചെയ്യുന്നതായിരിക്കും. ബൈ ഗൈസ്.